മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ ആയപ്പോഴാണ് നമ്മളിൽ പലരും ടെറിട്ടോറിയൽ ആർമിയെ കുറിച്ച് കേൾക്കുന്നത്. മോഹൻലാലിനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ പുതിയ നോട്ടിഫിക്കേഷനിലൂടെ ടെറിട്ടോറിയൽ ആർമി കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു ഓഫീസർ പ്രവേശിക്കുന്ന ഒരു എൻട്രി ലെവൽ റാങ്ക് ആണ് ലഫ്റ്റനന്റ്. അതേ റാങ്കിൽ തന്നെയാണ് ടെറിട്ടോറിയൽ ആർമിയിലെ ഈ വേക്കൻസിയിലൂടെ ഒരാൾ എൻ്റർ ചെയ്യുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ അവസരം ലഭിക്കുന്നത്? 18 മുതൽ 42 വയസ്സ് വരെയുള്ള ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഗ്രാജുവേറ്റ്സ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഗെയിൻഫുള്ളി എംപ്ലോയിഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഗെയിൻഫുള്ളി എംപ്ലോയിഡ് എന്നുള്ളത്? അതായത് സാലറി മേടിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. സാലറി മേടിക്കുക എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആകാം, സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആവാം, പബ്ലിക് സെക്ടർ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നതാവാം, പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈവൻ സെൽഫായിട്ട് എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആർമി ആയതുകൊണ്ട് തന്നെ ഫിസിക്കലി ആൻഡ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത് വേക്കൻസിയുടെ കാര്യമാണ്. 10 വേക്കൻസീസ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റിന് ഒരു വേക്കൻസിയാണ് വരുന്നത്. സോ മൊത്തം 11 വേക്കൻസീസ് ആണ്. അപ്ലൈ ചെയ്താൽ വലിയ താമസമില്ലാതെ തന്നെ എക്സാം വരും. എക്സാമിന്റെ ഡേറ്റ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12th ജൂലൈ 2026 വരുന്നത്. ഇനി നമുക്ക് എക്സാമിന്റെ സ്കീം നോക്കാം. 2 സ്റ്റേജ് ഓഫ് എക്സാം ആണ് വരുന്നത്. ആദ്യത്തെ ആസ് യൂഷ്വൽ ഒരു റിട്ടേൺ എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത്. അതിനകത്ത് ഒരു പ്രത്യേകത, ഒരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ മാത്സ് ഇല്ല. റീസണിങ്ങും GKയും ഇംഗ്ലീഷും കൂടി അടങ്ങുന്ന 100 ചോദ്യങ്ങൾക്ക് 2 മണിക്കൂർ സമയമാണ്. വളരെയധികം സമയം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് റീസണിങ്ങിലാണ്. 40 ചോദ്യം. ബാക്കി GKയും ഇംഗ്ലീഷും കൂടി 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നെഗറ്റീവ് മാർക്കിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. 1/3 ആണ് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സാമിലേക്ക് പോകാം. അത് 2 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. 2 പാർട്സ് ആയിട്ടാണ് വരുന്നത്. ഒരെണ്ണം സൈക്കോമെട്രി ടെസ്റ്റും ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റും അങ്ങനെയായിട്ടാണ് വരുന്നത്. ഇത് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ എക്സാംസ് പോലെ തന്നെ ഒരു 4 to 5 ഡേയ്സ് ആയിരിക്കും കാണുന്നത്. സോ ഫസ്റ്റ് ഡേയിലെ ടെസ്റ്റിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിൻ ചെയ്യും. അല്ലാത്തവർക്ക് റിട്ടേൺ ആണ് വരുന്നത്. വൺസ് ഈ സെലക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞൊരാൾ സർവീസിൽ എൻ്റർ ചെയ്താൽ വർഷത്തിൽ ഒരു 2 മാസം വരെ മിനിമം ട്രെയിനിങ് കാണും. ആ ട്രെയിനിങ്ങിന് അവൈലബിൾ ആകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ട്രെയിനിങ്ങിന് അവൈലബിൾ ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് റാങ്കിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സാലറിയും മറ്റ് പേർക്സും ഉണ്ടാകും. എന്ന് മാത്രമല്ല സീനിയോറിറ്റിക്ക് അനുസരിച്ചുള്ള പ്രൊമോഷനും നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല കയ്യിൽ ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന ജോലി റീറ്റെയിൻ ചെയ്യാം. പിന്നെ പേരിനോടൊപ്പം ആർമിയുടെ ഒരു റാങ്കും യൂസ് ചെയ്യാം. അപ്പൊ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. ലാസ്റ്റ് ഡേറ്റ് 19th May ആണ്. ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ടെലിഗ്രാം ചാനലിലുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.